ഇതുകൊണ്ട് വൺ ടൈം മാസ്റ്ററിലായിട്ട് കാണേണ്ട ഒരു സീരിയസ് സബ്ജക്റ്റാണ്. ഇത് മഞ്ഞുമൽ ബോയ്സ് ആവേശമുള്ള ഇറ്റാൻ സദ്യയാണ്. സിനിമ കണ്ടിട്ടുള്ള സിനിമയാകുമ്പോഴത്തേക്ക് സിനിമയ്ക്കുള്ളിൽ ആക്ഷൻ കട്ട് എല്ലാം വരുന്നുണ്ട്. ഇതിൽ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ടോവിനെ അഭിനയിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സുരേഷ് കൃഷ്ണയാണ്. സുരേഷ് കൃഷ്ണൻ ഞാനിങ്ങനെ കണ്ടത് ചേട്ടായിസ് സിനിമയിലാണ് അങ്ങനെ ഒരു സ്റ്റൈലിൽ കണ്ടേക്കുന്നത്. സുരേഷ് കൃഷ്ണ പൊളിച്ചടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഓവറോൾ ഒരു ലാൽ ജൂനിയർ ടീമിൻ്റെ ഒരു സിനിമയാണ് നടികർ എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം. ഇത് ഏത് ജോണർ ഏത് ടൈപ്പ് ആൾക്കാർ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇനി വരുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റുള്ളൂ. മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗ് ആണ് പടത്തിന്. നല്ല പെർഫോമൻസ് വൈസ് ആയാലും ടോവിനോ, അനൂപ് മേനോൻ, സുരേഷ് കൃഷ്ണ ഇവരെല്ലാം വളരെ മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് നമുക്ക് കണ്ടിരിക്കാം. വളരെ ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയാണിത്. അതുകൊണ്ട് പടം എങ്ങനെ പുറത്ത് ബോക്സ് ഓഫീസിൽ വരും, വർക്കാവും എന്നെനിക്കൊരു ഐഡിയ ഇല്ല. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ പടം വളരെ മികച്ചതാണ്. ടോവിനോ പറഞ്ഞല്ലോ, ഒരു മോശം ഒരു അഭിനേതാവിൽ നിന്ന് നല്ലൊരു ആക്ടറിലേക്കുള്ള യാത്രയാണ് പടത്തിൻ്റെ കൺസെപ്റ്റ് തന്നെ. അതാണ് തുടക്കം കാണുമ്പോൾ ടോവിനോ ഒട്ടും നമുക്ക് ഇമ്പ്രസീവായി ഫീൽ ചെയ്യില്ല. പക്ഷേ അവസാന ഭാഗങ്ങളിൽ ടോവിനോയുടെ ഒരു ആക്ടിങ് ഉണ്ട്, അതെല്ലാം വേറെ ലെവലാണ്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണ, സൗബിൻ, അനൂപ് മേനോൻ ഇവരെല്ലാം മികച്ചതായിട്ടും ചെയ്തിട്ടുണ്ട് പടം. പെർഫോമൻസ് വൈസ് നോക്കിയാലും ടെക്നിക്കൽ സൈഡ് നോക്കിയാലും പടം പെർഫെക്റ്റ് ആണ്. അന്വേഷകൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് ശേഷം ടോവിനോ നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്ന സിനിമയ്ക്കുള്ള സിനിമയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമയിലെ തുടക്കം എന്ന് പറഞ്ഞാൽ പ്രേം നസീർ സാറിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമാകും. കാരണം പണ്ടുള്ള നടന്മാർക്ക് ജാടയില്ലായിരുന്നു. കാരണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും എണീറ്റ് നിന്ന് അവരോട് സംസാരിക്കുന്ന രീതിയായിരുന്നു. ഇന്ന് ജാട കൂടിപ്പോയി. അദ്ദേഹം തുറന്നു പറയുന്ന ആ വീഡിയോയിൽ. എന്തായാലും ഈ ഡയറക്ടർ നമ്മുടെ ലാൽ ജൂനിയർ ഇതെല്ലാം തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് നടികർ എന്ന സിനിമ. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള സൗബിൻ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം അദ്ദേഹം ശക്തമായി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിൽ. അതുപോലെ സലിംകുമാരൻ്റെ മോൻ ചന്തു. പിന്നെ ഒരു കാര്യമുണ്ട്, ക്ലൈമാക്സ് വേറെ ലെവലാട്ടോ സിനിമയിൽ. ഞാൻ പറയുന്നില്ല, എല്ലാവരും സിനിമ കാണാനുള്ളതാണ്. ക്ലൈമാക്സ് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് തന്നെ പറയാം. ഈ സിനിമയിൽ അനൂപ് മേനോൻ ചേട്ടൻ ഒരു വ്യത്യസ്തമായൊരു വേഷമാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഭാവന ഇടക്കാലം കൊണ്ട് കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും ഭാവനയാണ് ഈ സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. കാരണം ടോവിനോയുടെ നായിക കഥാപാത്രമായ ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. സുരേഷ് കൃഷ്ണ വില്ലൻ വേഷത്തിൽ നിന്ന് കോമഡിയിൽ തിരിഞ്ഞ് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു സിനിമയാണ്. ഇന്ദ്രൻസ് ഏട്ടൻ ഗസ്റ്റ് വേഷം ചെയ്തിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിലാണ് വർക്കൗട്ട് ചെയ്തിട്ട് കരഞ്ഞു പോകും. പാട്ടുകളാണെങ്കിലും BGM ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് എല്ലാം സൂപ്പറാണ്. എന്തായാലും നടികർ കാണേണ്ട ഒരു സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വൺ ടൈം മാസ്റ്ററിലായിട്ട് കാണേണ്ട ഒരു സീരിയസ് സബ്ജക്റ്റാണ്. റേറ്റിംഗ് 5-ൽ ഒരു 4. ടീമിൻ്റെ ഫിലിം ശരിക്കും ടോവിനെ കാണിക്കുന്നു. പിന്നെ മെത്തേഡ് ആക്ടിങ് കാണിക്കുന്നു. നല്ല ഫിലിമാണ്, നല്ല എൻ്റെ. ഇത് മഞ്ഞുമൽ ബോയ്സ് ആവേശമുള്ള ഇറ്റാൻ സദ്യയാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറെ ഒന്നും പറയാനൊരു നല്ല സിനിമയാണ്. സിനിമ ഭയങ്കര രസമായിരുന്നു. ഞങ്ങളും അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ആ ഡ്രാമയുടെ പോർഷനിൽ നദിയായിട്ട് ഞാനും ചെയ്തത് ഞങ്ങളെല്ലാം കണ്ടായിരുന്നു. സിനിമ പൊളിയായിരുന്നു. ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര കഷ്ടപ്പാടാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഒരു ടേക്കൊക്കെ അവര് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിരുന്നു. ചോയ്സ് എന്തായാലും വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ഭയങ്കര വാങ്ങിച്ചു. അതെ, സൗബിനൊക്കെ ഭയങ്കര പൊളിയായിരുന്നു. എല്ലാരും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിരുന്നു. ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. അതെ, എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായത്. അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി.